ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്പ് തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നുവെന്നും ട്രംപ് വേൾഡ് എക്കണോമിക് ഫോറത്തെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞു. അതേസമയം ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ അടിയന്തര സൈനിക നടപടി സ്വീകരിക്കില്ലെന്ന നിലപാടും ട്രംപ് അറിയിച്ചു. ഗ്രീൻലാൻഡ് വിട്ടുകിട്ടേണ്ടത് അമേരിക്കയുടെ രാഷ്ട്ര സുരക്ഷയ്ക്ക് അനിവാര്യമെന്ന നിലപാടാണ് ട്രംപ് ആവർത്തിക്കുന്നത്. ഗ്രീൻലാൻഡ് വിട്ടുകിട്ടുന്നതിന് അടിയന്തര ചർച്ചകൾ ഉടൻ ആരംഭിക്കണം. അമേരിക്കയുടെ സൈനിക ശേഷി പൂർണ്ണമായും വിനിയോഗിച്ചാൽ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനാവുമെങ്കിലും അതിലേക്ക് നീങ്ങില്ലെന്ന നിലപാടാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. We probably won't get anything unless I decide to use excessive strength and force where we would be, frankly, unstoppable. But I won't do that. Okay, now everyone's saying, oh, good. That's probably the biggest statement I made because people thought I would use force. I don't have to use force. I don't want to use force. I won't use force. അതേസമയം ഗ്രീൻലാൻഡിനെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാടിനെ ട്രംപ് എതിർത്തു. യൂറോപ്പ് തെറ്റായ ദിശയിൽ സഞ്ചരിക്കുന്നുവെന്നും ട്രംപ് പറയുന്നു. So we want a piece of ice for world protection, and they won't give it. We've never asked for anything else, and we could have kept that piece of land, and we didn't. So they have a choice. You can say yes, and we will be very appreciative, or you can say no, and we will remember. ഗ്രീൻലാൻഡ് കൈമാറാൻ തയ്യാറാവുക അല്ലെങ്കിൽ അസാധ്യമെന്ന് അറിയിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ തങ്ങൾ നോക്കിക്കൊള്ളും എന്ന നിലപാടും ട്രംപ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറം യോഗത്തിലാണ് ട്രംപ് നിലപാടുകൾ വിളിച്ചു പറഞ്ഞത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.